എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയ ആ ഒരു തേർഡ് പാർട്ടിക്ക് കർമ്മ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഹാപ്പിയാണോ നിലവിലത്തെ സിറ്റുവേഷനിൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ ലവർ ആകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം, ആരുമാവാം. ആ ഒരു വ്യക്തിയെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് അകറ്റി ആ ഒരു ബന്ധത്തിൽ അവർ ഹാപ്പിയാണോ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിലവിലത്തെ ബന്ധത്തിൽ അവർ ഹാപ്പിയാണോ, അല്ലെങ്കിൽ അവർക്ക് കർമ്മ ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴേ കാണുന്നോ അപ്പോഴേ തന്നെ നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതാണ്. ഇന്ന സമയം എന്നൊന്നുമില്ല, നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയം തന്നെ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. അതായത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, അപ്പോഴാണ് നിങ്ങൾക്കിത് ഫുള്ളി റെസണേറ്റഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതായത് നിങ്ങളുടെ ജീവിതം തകർത്ത ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളോട് ചെയ്ത തെറ്റിന് കർമ്മഫലം അവർക്ക് ലഭിക്കുന്നുണ്ടോ, അവർ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിൽ ഹാപ്പിയാണോ, അല്ലെങ്കിൽ സന്തോഷവാനാണോ, അല്ലെങ്കിൽ സന്തോഷവതിയാണോ എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കാർഡുകൾ എടുത്തു ഷഫിൾ ചെയ്യട്ടെ. അതായത് നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയ വ്യക്തികൾ, അതായത് നിങ്ങളുടെ ജീവിതം ഈ ഒരു നിലയിലാക്കിയ ആ ഒരു വ്യക്തികൾ ഇപ്പോഴവർ ഹാപ്പിയാണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാർഡുകൾ നല്ല രീതിയിൽ ഷഫിൾ ചെയ്ത് എടുക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് ഒരു ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്ന ആൾ. അതായത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ഈ ഒരു പരിചയം മുതലെടുത്ത് അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റിയതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഈ ഒരു ബന്ധത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു ജീവിതത്തിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇവർ കൊടുത്തിരുന്നു. ഇവർ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് പ്രധാനമായിട്ടും സാമ്പത്തികം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. അതായത് നിങ്ങളുടെ വ്യക്തി ഒരു പണക്കാരനാവാം, അല്ലെങ്കിൽ പണക്കാരിയാകാം, നല്ല ജോലിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അത് ഏത് ജെൻഡറിൽപ്പെട്ട ആളും ആയിക്കോട്ടെ, അവർ നല്ല ജോലിയുള്ള വ്യക്തിയാണ്, സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷനുള്ള ഒരു വ്യക്തിയാണ്. അതായത് വളരെ ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി. അപ്പോൾ അവരുടെ പണം കൈക്കലാക്കാനാണ് ഇവർ പ്രധാനമായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിലേക്ക് വന്ന് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റിയത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. കാര്യം അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാക്സിമം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഊറ്റിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു മാനസികമായിട്ടൊരു ഒരു തരത്തിലുള്ളൊരു കോണ്ടാക്റ്റും നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഇല്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്. കാര്യം അവരൊട്ട് ഹാപ്പി അല്ല എന്നാണ് 9 of Swords സൂചിപ്പിക്കുന്നത്. 9 of Swords സൂചിപ്പിക്കുന്നത് തന്നെ അവരൊട്ട് ഹാപ്പി അല്ല. അതുപോലെ 10 of Wands വന്നിട്ടുണ്ട്, 9 of Wands വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടവർ കാർഡാണ്. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാർഡുകളല്ല. അതായത് ഒരു അത്യാർത്ഥിക്കാരി അല്ലെങ്കിൽ ഭയങ്കര എത്ര കിട്ടിയാലും തികയാത്ത ഒരു തേർഡ് പാർട്ടിയാണ് കാണുന്നത്. അതൊരു ലേഡി ആകാം, ഒരു മെൻ ആവാം, ഒരു പുരുഷനാവാം, സ്ത്രീ ആവാം, ഒരു തേർഡ് പാർട്ടി.
അപ്പം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ദൂരേക്ക് എവിടെയൊക്കെയോ താമസിച്ച് ഒരുമിച്ച് ജീവിതകാലം മൊത്തം നിങ്ങളുടെ വ്യക്തിയെ പറ്റിച്ച് ജീവിക്കാമെന്ന് കഴിഞ്ഞ ഒരു വ്യാമോഹമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അവർക്ക് തെറ്റിപ്പോയി. കാര്യം നിങ്ങളുടെ വ്യക്തിയെ എല്ലാ രീതിയിലും ഇവർ മാനസികമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ കുറേ കാലമൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ബന്ധത്തിൽ വളരെയധികം ഇവർ ബുദ്ധിമുട്ടുന്നുണ്ട്. കാര്യം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ശ്രമിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണുന്നത്. കാര്യം ഇവർ വിചാരിച്ച് എന്താണ്, ഇവരുടെ പണം കൊണ്ടും അതുപോലെ തന്നെ ഇവരെ കാണാനുള്ള ലുക്കും അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തികമൊക്കെ കൊണ്ട് എന്നും പുട്ടടിച്ച് ജീവിക്കാമെന്നാണ് കരുതിയത്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രത്യേകത, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മാത്രമല്ല ഇവർക്കൊരു കണക്ഷൻ ഉള്ളത്, പല വ്യക്തികളുമായിട്ട് ഇവർക്കൊരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഓഫ് സോഡാണ്, പൂർണ്ണമായ ഒരു തകർച്ച. അതായത് ഇവിടെ ഒരു 10 ഓഫ് വൺസും വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇവർ വിചാരിച്ചു നിങ്ങളുടെ വ്യക്തി ഒരു പൊട്ടനാണ് അല്ലെങ്കിൽ ഒരു പൊട്ടിയാണെന്നാണ് ഇവർ ഇത്രയും നാളും വിചാരിച്ച്. കാര്യം ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്താണ്, ഇത് എത്ര നാളും ഇങ്ങനെ പോകുമെന്ന് മുന്നോട്ട് പോകട്ടെ എന്നൊന്ന് കരുതിയാണ് ഒന്നും പറയാതിരുന്നത്. പിന്നെ ഇവരോടുള്ള സ്നേഹവും അന്ധമായ വിശ്വാസവും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം പലരിൽ ഒരാൾ മാത്രമായിരുന്നു നിങ്ങളുടെ വ്യക്തി. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേറെ റിലേഷൻസും ഉണ്ട്, ഇവർക്കിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണം. ഇതൊരു വിഷലിപ്ത ബന്ധമായതുകൊണ്ട് തന്നെ, അതായത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ളൊരു ബന്ധം ഒരു ടോക്സിക് ബന്ധമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഷലിപ്ത ബന്ധമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനധികം ആയുസില്ല എന്നാണ് കാർഡുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധം ഏതാണ്ട് അവസാനിക്കാറായി അല്ലെങ്കിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പൂർണ്ണമായ ഒരു തകർച്ചയാണ് തേർഡ് പാർട്ടി ബന്ധത്തിൽ സംഭവിക്കുന്നത്. കുറ്റബോധം ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളോട് ചെയ്തതോർത്തല്ല, അത് എന്നുവരെ പറ്റിച്ച് ജീവിക്കാമെന്ന് കരുതി ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ. പക്ഷേ അതുകൊണ്ട് അവർക്കിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ കരയുന്നൊരു ഫീലിംഗ് ആണ് കാണിക്കുന്നത്. ഇനി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് രണ്ടുപേരും ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് പിരിയാം എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ വ്യക്തിയും അതേ നിലപാട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സ്വീകരിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഊറ്റിയെടുത്തതായിട്ടും കാണുന്നുണ്ട്. ഒരു പണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി വന്നത് തന്നെ. ഇത് കുടുംബമാകാം കേട്ടോ, ഇവരുടെ ഒരു ഫാമിലി ആകാം ഇത്. അതായത് ഇവിടെ ഒരു പേഴ്സണേക്കാളും കൂടുതൽ ഒരു കുടുംബത്തിൻ്റെ സാധ്യതയും വലിയ രീതിയിലുണ്ട്. കാര്യം ഇവിടെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനാണ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം ഇവിടെ കൊടുത്തിരുന്നത് ഈ ഒരു തേർഡ് പാർട്ടി. സ്വത്ത് കണ്ടിട്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഏസ് ഓഫ് സോർഡ് വന്നിരിക്കുന്നത് ഇവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി. കുടുംബം അല്ലാതെ ചില വ്യക്തികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കാര്യം ഇവർ ഭയങ്കര ഈഗോയിസ്റ്റിക്കാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നൊരു വ്യക്തി. അവർ വിചാരിച്ച കാര്യം നടക്കണം, നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്, നടന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇടി, വഴക്ക്, തല്ല് അങ്ങനെയൊക്കെയാണ് ശരിക്കും. ഭയങ്കര സ്വാർത്ഥമതികൾ അല്ലെ സ്വാർത്ഥരായിട്ടുള്ള തേർഡ് പാർട്ടീസിനെയാണ് കാണുന്നത് ഇവിടെ. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉഭയസമ്മത പ്രകാരം ഇവർ പിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരൊന്നിച്ച് ജീവിക്കുകയായിരുന്നു, കുറച്ച് നാളായി ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ജീവിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഈ ഒരു ബന്ധത്തിലൊരു പ്രശ്നം കാണുന്നുണ്ട്. കാര്യം തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേറ്റഡ് ലേഡിയാണ്, അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ജെൻഡാണ്, ഒരു പേഴ്സണാണ്. അപ്പോൾ അവർ നിങ്ങളുടെ വ്യക്തിയെ പല മാനിപ്പുലേഷനും പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകറ്റി. പക്ഷേ ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് ഒന്നും അധിക നാളും നീണ്ടു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടിക്ക് ഇതൊരു അമിത ഭാരമായി തോന്നി തുടങ്ങി ഓൾറെഡി. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊരു അമിത ഭാരമായിട്ടാണ് അവർക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അത് തേർഡ് പാർട്ടി ഒരു താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. കാര്യം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ജീവിതത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല. അവർക്കിങ്ങനെ കുറേ വ്യക്തികളെ ഇങ്ങനെ പരിചയപ്പെടും, അവരിൽ നിന്ന് തട്ടിയെടുക്കും,
മാക്സിമം അവരിൽ നിന്ന് തട്ടിയെടുക്കാവുന്നതൊക്കെ തട്ടിയെടുക്കും. അല്ലെങ്കിൽ എന്താണ്, മാക്സിമം അവരുടെ കൂടെ കുറച്ച് നാൾ ജീവിച്ചിട്ട് എല്ലാം വസൂലാക്കി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് പിന്നെ അവരെ തഴയുന്നൊരു പ്രകൃതമാണ് അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി എന്താണ് വിചാരിച്ചത്, ഇവർ ലൈഫ് ലോങ് ഇവരുടെ കൂടെ കാണും, നിങ്ങളെക്കാൾ സ്നേഹം അവർക്കുണ്ട്, അതൊക്കെ അവരൊരു അഭിനയമായിരുന്നെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇപ്പം മനസ്സിലായിട്ടുണ്ട് തേർഡ് പാർട്ടിക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, കാര്യം ഇനിയും കാര്യങ്ങൾ വഷളാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുന്നത്. കാര്യം ഇനി ഒരു ബന്ധം അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്കും അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൂർണ്ണമായ ഒരു അവസാനത്തിലേക്കാണ് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം പോകുന്നത്. അതാണ് ടവർ കാർഡ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം പൂർണ്ണമായിട്ടും കുറേ പേരുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും എൻഡ് ആയതായിട്ടും കാണുന്നുണ്ട്. കാര്യം ആ ഒരു തേർഡ് പാർട്ടി ബന്ധം ഒരു സുഖകരമല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരൊന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ തമ്മിലൊരു വൈകാരിക അകൽച്ച സംഭവിച്ചിട്ടുണ്ട്, ഒരു ഇമോഷണൽ സെപ്പറേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരുമിച്ചൊരു കൂരയിലാണ് ജീവിക്കുന്നെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് ഒരുപാട് അകന്നാണ് താമസിക്കുന്നത്. ഫിസിക്കലി അടുത്താണെങ്കിൽ പോലും മെൻ്റലി ഒരുപാട് സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ ടൈറ്റിലായിട്ട് തന്നെ അല്ലെങ്കിൽ ടോപ്പിക്ക്, ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് അവർ സന്തോഷവാനാണോ ഈ ഒരു ബന്ധത്തിൽ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്നാണ് നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തത്. അതിൽ നിസ്സംശയം പറയാൻ ഒട്ടും ഈ ഒരു ബന്ധത്തിൽ ഹാപ്പിയല്ല. കാര്യം അവരുടേതായ ഒരു തന്നിഷ്ടക്കാരിയാണ്, അല്ലെങ്കിൽ തന്നിഷ്ടക്കാരനായിട്ടുള്ളൊരു തേർഡ് പാർട്ടിയാണ്. അവർ പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് സാമ്പത്തികം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സാമ്പത്തികത്തിന് വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ വ്യക്തി അതിൽ വീണുപോയി. പക്ഷേ ഇപ്പം നിങ്ങളുടെ വ്യക്തി അതിന് റിഗ്രറ്റ് അവർക്കുണ്ട് ആ ഒരു കാര്യത്തിൽ. കാര്യം ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് പുറമേ നിന്ന് പുറമേക്ക് കാണുന്നതാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം എന്നാണ് ഇവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇവരുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ ഒരു തേർഡ് പാർട്ടി എന്ന് അവർക്ക് മനസ്സിലായത്. അതവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. കാര്യം നിങ്ങളുടെ വ്യക്തി ഭയങ്കര ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. അവരുടെ ഈഗോ ഇവിടെ ഹേർട്ടാവുന്നതാണ്. അവരുടെ ഈഗോ ഹേർട്ടാവാനായിട്ട് അവരൊരിക്കലും ആരെയും അനുവദിക്കില്ല. അപ്പോൾ തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായിട്ട് ഒരു എൻഡിലേക്ക് പോകുന്നതായിട്ടാണ് പ്രിയ സുഹൃത്തുക്കളെ എനിക്കിവിടെ റീഡിംഗ് എടുത്തപ്പോൾ മനസ്സിലാകുന്നത്. കുറേ പേരുടെ കാര്യത്തിൽ അത് എൻഡ് ആയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോർക്ക് ഇതെന്താ ഇങ്ങനെ രണ്ട് കാര്യം പറയുന്നത്, അത് കുറേ പേരുടെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പല വ്യക്തികൾ കാണുമ്പോൾ പല രീതിയിലാണ് ആ ഇത് വരുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് തന്നെ. ഇപ്പോൾ എൻ്റെ ആവാത്തവരുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 3 months ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം എൻഡ് ആവാത്തവരുടെ കാര്യത്തിൽ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. 3 to 4 months തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം പൂർണ്ണമായിട്ട് ഒരു എൻഡിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എൻഡായി. ഒരു 30% പ്രേക്ഷകരുടെ കാര്യത്തിൽ ഇതൊരു തേർഡ് പാർട്ടി ബന്ധം എൻഡ് ആയതായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റീഡിങ്ങിലൂടെ കാർഡുകൾ മനസ്സിലാക്കി തരുന്ന അങ്ങനെയാണ്. നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ കാർഡും കൂടി എടുത്ത് നോക്കാം. എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ സംഭവിക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷകളോട് കൂടിയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി ബന്ധത്തിലേക്ക് പോയത്. പക്ഷേ അവിടെ അവർക്ക് കിട്ടിയത് എന്താണ്? ഒരു തിരിച്ചടികളാണ്. അവരൊട്ടും ഹാപ്പിയല്ല ആ ഒരു ബന്ധത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അവസ്ഥ വളരെ അതിലും പരിതാപകരമാണ്. തേർഡ് പാർട്ടി സ്വമേധയാ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് അടുത്ത സെറ്റ് കാർഡുകളിലും പറയുന്നത്. കാര്യം ഇവിടെ ഒരു സോറോ കാർഡ് വന്നിട്ടുണ്ട്. ഇവർ വളരെയധികം അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെ തന്നെ. ഇതൊരു പാഷനേറ്റ് അല്ലാത്തൊരു റിലേഷനാണ് തേർഡ് പാർട്ടി ഇവരും തമ്മിലുള്ള റിലേഷൻ.
കാര്യം ഒരുപാട് പ്രതീക്ഷകൾ തേർഡ് പാർട്ടി ഈ ഒരു ബന്ധത്തിൽ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും കൊടുത്തിരുന്നു. പക്ഷെ പലതും അനുഭവിച്ചു. അതായത് ചുരുങ്ങിയ ഒരു കാലയളവ് മാത്രമാണ് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഈ ഒരു വ്യക്തി ജീവിച്ചത്, അതായത് നിങ്ങളുടെ വ്യക്തി ജീവിച്ചത് എങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാര്യം അത്രയ്ക്ക് തിക്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്, വളരെ ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് അവിടെ കിട്ടിയത്. ഒരു വേദനയും ദുഃഖവും മാത്രമാണ് അവർക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടിയത്. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഒരുപാട് പ്രതീക്ഷിച്ചു ഈ ഒരു ബന്ധത്തിൽ. കാര്യം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകറ്റി എല്ലാം സ്വന്തമാക്കി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി എന്നേക്കുമായിട്ട് ജീവിക്കാമെന്നാണ് ഇവർ കരുതിയിരുന്നത്. എന്നേക്കുമായിട്ടൊരു ലൈഫ് അവരുടെ സുരക്ഷിതമാക്കാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കുറേ പണമൊക്കെ ഇവർ അടിച്ചു മാറ്റി, അത് സത്യമാണ്. എന്നിരുന്നാൽ പോലും ആ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേ പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ മതി എന്ന് തന്നെയാണ് അവർ ഇപ്പം വിചാരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത സെറ്റ് കാർഡിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി ഈ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് അവസാനിക്കാൻ നിർബന്ധിതയാകുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിർബന്ധിതനായി തീരുന്ന ഒരവസ്ഥ. കാര്യം വേറെ വഴിയില്ല. ഈ ഒരു ബന്ധത്തിൽ ഇനിയും തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാര്യം ഇത്രയും നാൾ നിങ്ങളുടെ വ്യക്തിയെ വിഡ്ഢിയാക്കി, പക്ഷേ ഇനിയും വിഡ്ഢിയാക്കാനായിട്ട് അല്ലെങ്കിൽ വിഡ്ഢിയാവാനായിട്ട് നിങ്ങളുടെ വ്യക്തി നിന്ന് തരില്ല. നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഈ ഒരു വ്യക്തി അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, എന്താണ് അവർക്ക് ചുറ്റും നടക്കുന്നതെന്ന്. തേർഡ് പാർട്ടി ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളോട് ചെയ്തത്, അപ്പോൾ നിങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു 10 മടങ്ങ് വേദനയാണ് തേർഡ് പാർട്ടി ഈ ഒരു ബന്ധത്തിൽ അനുഭവിക്കുന്നത്. കാര്യം ഇവിടെ തല്ലും വഴക്കും ദേഹോപദ്രവവും ഒക്കെ നിങ്ങളുടെ വ്യക്തി അവർക്ക് കൊടുക്കുന്നുണ്ട്. കാര്യം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇത്രയും ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ കാരണം. അപ്പം നിങ്ങളോട് ചെയ്തതിനുള്ള കർമ്മഫലം ഇവർക്ക് കിട്ടുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് കാർഡുകൾ എടുത്തപ്പോൾ ഇവിടെ കർമ്മഫലത്തിൻ്റെ കാർഡുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് വലിയ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവർ മറ്റൊരാളുടെ ജീവിതം ഇതുപോലെ തകർക്കും. കാര്യം നിങ്ങളുടെ ജീവിതം തകർത്തതുപോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവർക്കൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി അവർക്ക് മറ്റൊരു ബന്ധം വന്നതായിട്ടാണ് നേരത്തെ ഒരു കാർഡ് എടുത്തപ്പോൾ മനസ്സിലായത്. അവരിങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം മുതലെടുത്ത് അവിടെ ആ ഒരു സാഹചര്യം മുതലെടുത്താണ് ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അത് മജോറിറ്റി ഓഫ് ആളുകൾക്ക്, ഈ കാണുന്ന പ്രേക്ഷകർക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആൾ. നിങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു. ഞാൻ അന്ന് റീഡ് ചെയ്തപ്പോഴും പറഞ്ഞു, സ്വാതന്ത്ര്യം കൊടുത്തു. അതവർ മുതലെടുത്തിട്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ വ്യക്തി നല്ല പദവിയും പണവും സാമ്പത്തികവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറയുള്ളൊരു വ്യക്തിയാണ്, പേര് കേട്ട കുടുംബത്തിൽ പെട്ട വ്യക്തിയാവാം. അപ്പം ഇതെല്ലാം കൊണ്ട് സുഖിച്ച് ജീവിതകാലം മൊത്തം കഴിയാമെന്നാണ് ഇവർ കരുതിയത്. പക്ഷെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയാനേ പറ്റുള്ളതൊക്കെ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ്. തേർഡ് പാർട്ടി ഇപ്പോൾ അതീവ ദുഃഖിതനായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അതീവ ദുഃഖിതയായിട്ടാണ് ആ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതം തകർത്ത വ്യക്തികൾ അവർ നിങ്ങളോട് ചെയ്തതിനുള്ള കർമ്മ ഇപ്പോൾ ഇരിക്കുകയാണെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അവർ നിങ്ങളോട് ഒരാളും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങളോട് ചെയ്തത്. സ്നേഹം നടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറി നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളോട് ചെയ്ത അപരാധത്തിന് ഇവരിപ്പോൾ കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏത് വ്യക്തിയാണെങ്കിലും, അതൊരു പുരുഷനാവാം സ്ത്രീയാവാം, ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ മാനസിക നില തന്നെ തെറ്റിയ ഒരു അവസ്ഥയാണ്. കാര്യം നിങ്ങളും ഒരുപാട് ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ഇവർക്കെതിരെ ഒന്നും ചെയ്യാനായിട്ടൊന്നും പോയില്ല. ദൈവം ഇവർക്ക് കൊടുക്കും ശിക്ഷയെന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം നിങ്ങളോട് ചെയ്തതിന് ഓരോന്നിനും ഇപ്പോൾ എണ്ണി കണക്ക് പറയുന്ന ഒരു അവസ്ഥ ആണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി. അതങ്ങനെയല്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.
പാടത്ത് മണി വരമ്പത്ത് കൂലി എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും. അപ്പം അവർ ചെയ്ത നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തികൾക്കുള്ള കർമ്മഫലം ഈ ഒരു തേർഡ് പാർട്ടി നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ ഒരു കാർഡുകളൊക്കെ തരുന്നത്. ഒരു മാനസിക അസംതൃപ്തി അവർക്ക് ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട്. കുറേ പേരുടെ കാര്യത്തിൽ ഓൾറെഡി ഇവർ ഡിറ്റാച്ച്ഡ് ആയി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന്. കുറച്ചു കാലം കുറേ പേരെ പറ്റിക്കാം, പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമോ? അങ്ങനെയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നത്. ഇവർ വിചാരിച്ച് ഇവരുടെ കള്ളങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടി. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു വ്യക്തിയെ വേണ്ട, തേർഡ് പാർട്ടി. അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടി ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധം ഉടനെ തന്നെ അവസാനിക്കുമെന്നാണ് ഈ ഒരു സെറ്റ് ഓഫ് കാർഡുകൾ ഉറപ്പ് നൽകുന്നത്. അപ്പം നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട. ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്, വളരെ പെട്ടെന്ന് തന്നെ. ആ ഒരു തേർഡ് പാർട്ടി ഒട്ടും ഹാപ്പിയല്ല ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു ബന്ധത്തിൽ. പാർട്ടി ബന്ധം വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ആവുന്നതായിട്ടാണ് എനിക്കിവിടെ റീഡിംഗ് എടുത്തപ്പോൾ മനസ്സിലായത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പം നിങ്ങൾ വീണ്ടും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ അത് കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ എൻ്റെ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് അങ്ങനെ ചെയ്യുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അതുപോലെ നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ കാർഡുകൾ നേരത്തെ എടുത്തു വയ്ക്കുന്ന ഒരു പരിപാടിയില്ല. നമ്മൾ ലൈവായിട്ട് വരുന്ന കാർഡുകൾ കാണിച്ച് തന്നെയാണ് എടുക്കുന്നത്. അതാണ് ആക്യുറേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ബ്രേസ്ലെറ്റുകൾ, തേർഡ് പാർട്ടി റിമൂവൽ, ലവ് അട്രാക്ഷൻ, ജോബ്, അതുപോലെയുള്ള അതിനൊക്കെ ലഭിക്കാനായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ജപിച്ച് കൊടുക്കുന്നതായിരിക്കും. പൂജിച്ച് ബ്രേസ്ലെറ്റുകൾ തരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുൾ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ജനന തീയതി, നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അനുചിതമായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കേ.